നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാനറ ബാങ്കിന്റെ ചെറുതോണി ശാഖയുടെ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. തൊടുപുഴ സബ് ജില്ലാ കലോത്സവത്തിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. തുടർച്ചയായി 4ാം തവണയാണ് സ്കൂൾ വിജയം നിലനിർത്തുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നവംബർ 24-ന് തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി.ജെ. ജോസഫ് MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സ് അസോസിയേഷന്റെ 36ാം സംസ്ഥാന സമ്മേളനം 23, 24 തീയതികളിൽ ചെറുതോണി ടൗൺ ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കിയുടെ വികസനത്തിന് ബാങ്കിംഗ് മേഖലയുടെ പങ്കാളിത്തം വളരെ വലുതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ ആസ്ഥാനത്തേക്ക് കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും ഗവൺമെന്റ് തുടരുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. കാനറ ബാങ്കിന്റെ ചെറുതോണി ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ വികസനത്തിന് ധനകാര്യ സ്ഥാപനങ്ങളുടെ പങ്ക് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് കാനറ ബാങ്ക് ചെറുതോണി ശാഖയുടെ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. 1 വർഷം മുമ്പ് താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിച്ച കാനറ ബാങ്ക് ചെറുതോണി ശാഖയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആൾക്കാരെ കൂടുതലായി ബാങ്കിനെ ആശ്രയിക്കാൻ, കൂടുതൽ ആവശ്യകതകൾ രൂപപ്പെട്ടു വരാൻ, അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ആലോചനയും തീരുമാനവും വന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ എന്റെ ഓഫീസിൽ കാനറ ബാങ്കിന്റെ ഓഫീസേഴ്സ്, റീജിയണൽ ഹെഡ് ഉൾപ്പെടെ വന്ന് സംസാരിച്ചു. അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും വാട്ടർ അതോറിറ്റിയുടെ നിക്ഷേപം അവരുടെ ബാങ്കുമായി ബന്ധപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യതകളെ കുറിച്ചും ആരായാനായിട്ടാണ് വന്നത്. ഞാനത് വളരെ ശ്രദ്ധാപൂർവം 4-5 മാസക്കാലം കൊണ്ട് വിഷയങ്ങൾ പഠിച്ച് നമ്മുടെ നിക്ഷേപത്തെ നല്ല ശതമാനം കാനറ ബാങ്കിലേക്ക് കൊടുക്കത്തക്ക നിലയിലുള്ള തീരുമാനമെടുത്തു. കാനറ ബാങ്ക് റീജിയണൽ മാനേജർ അജയ് പ്രകാശ് DS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ADM ഷൈജു P. ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റർജ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ, വ്യാപാരി നേതാക്കളായ ജോസ് കുഴിക്കണ്ടം, സാജൻ കുന്നേൽ പാറത്തോട്, ആന്റണി, ജെയിൻ അഗസ്റ്റിൻ, ബാങ്ക് മാനേജർ ആൽബർട്ട് P. സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. കായികരംഗത്ത് മികവ് പുലർത്തിയ വിഷ്ണുരാജൻ, ബൃന്ദാരാജൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധതരം വായ്പകളുടെ വിതരണത്തോടൊപ്പം ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ സഹായകരമായി നിലകൊണ്ട പൊതുപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. സൗഭാഗ്യ SHG, ന്യൂസ് ബ്യൂറോ, ചെറുതോണി. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മുനിസിപ്പാലിറ്റിയുടെയാണോ പൊതുമരാമത്തിന്റേതാണോ ഈ നിർമ്മാണമെന്ന് മഷിയിട്ട് നോക്കേണ്ട സ്ഥിതിയിലാണ്. നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴിയരികിലാണ് സ്ലാബ് ഇളകി മാറി അപകടം രൂപപ്പെട്ടിരിക്കുന്നത്. അരുണെഴുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. വൻ അപകട ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത്. മുനിസിപ്പാലിറ്റിയുടേതാണോ പൊതുമരാമത്തിന്റേതാണോ ഈ നിർമ്മാണമെന്ന് മഷിയിട്ട് നോക്കേണ്ട സ്ഥിതിയിലാണ്. നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴിയരികളാണ് സ്ലാബ് ഇളകി മാറി അപകടം രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ധാരാളം കാൽനട യാത്രക്കാരും ഇതിലെ സഞ്ചരിക്കുന്നു. വ്യാപാരികൾ നിരവധി തവണ പരാതി കൊടുത്തിട്ടും യാതൊരു ഫലവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫോട്ടോ എടുത്തോണ്ട് പോയാ കൊണ്ടിടാന്ന് പറഞ്ഞ ഒരു സ്ലാബ് എങ്ങാണ്ട് കൊണ്ടുപോയി ഇവിടുന്ന് അളവെടുത്തോണ്ട് പോയി. അവിടെ കിടന്ന സ്ലാബ് പറ്റത്തില്ല. അതുകൊണ്ട് ആ സാധനം അവർ ലാപ്സായി. അതിൻ്റെ ഇടയ്ക്ക് എത്ര പേര് വീണെന്നറിയാം. വണ്ടിയെ തന്നെ അകത്ത് പോയെന്നറിയാം.
ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രാത്രി ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴത്തേക്ക് വലിയ വണ്ടി ഒരെണ്ണം ഈ തിരിക്കാൻ വേണ്ടി കയറി പൊടിച്ചിട്ട് പോയി. രാവിലെ ഒന്ന് പൊടിഞ്ഞ് കിടക്കും. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. സാധാ നമ്മുടെ സാധനങ്ങൾ കയറ്റാനൊക്കെ ഉള്ള ഇതെല്ലാം ആരോഗ്യമുള്ള അതിനുള്ളൂ. ഇത് ഭയങ്കര വലിയ ഭാരവധാന വണ്ടി കയറ്റി അങ്ങനെ ഒടിഞ്ഞു പോയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സബ് ജില്ലാ കലോത്സവത്തിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. തുടർച്ചയായി 4ാം തവണയാണ് സ്കൂൾ വിജയം നിലനിർത്തുന്നത്. 52 ഇനങ്ങളിൽ നിന്നും 18 ഒന്നാം സമ്മാനം നേടിയാണ് ജില്ലാതലത്തിലെ മത്സരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ വിജയികളെ അഭിനന്ദിച്ചു. തൊടുപുഴ സബ് ജില്ലാ കലോത്സവത്തിൽ 243 പോയിന്റോടെ തുടർച്ചയായി 4ാം തവണയും വിജയം നിലനിർത്തി കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗിത്താർ, വെസ്റ്റേൺ, സ്കിറ്റ്, പരിചമുട്ട്, ഒപ്പന, ദേശഭക്തി ഗാനം, നാടകം, ചവിട്ട് നാടകം, കവിതാരചന, കഥാരചന തുടങ്ങി 52 ഇനങ്ങളിൽ 18 ഒന്നാം സ്ഥാനം നേടിയാണ് ജില്ലാതല മത്സരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ, പ്രിൻസിപ്പൽ ലൂസി ജോർജ്, ഹെഡ് മാസ്റ്റർ ജോ മാത്യു, സ്റ്റാഫ് സെക്രട്ടറി റവറൻ ഫാദർ ആന്റണി ഓവേലിൽ, ആർട്സ് ഫെസ്റ്റിവൽ കോർഡിനേറ്റർ സൂസൻ ചാക്കോ എന്നിവർ ചേർന്ന് വിജയികളെ അഭിനന്ദിച്ചു. 43 പോയിന്റ് നേടി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാളിയാർ ഓവറോൾ ചാമ്പ്യനായിരിക്കുന്നു. കാളിയാർ സ്കൂളിലെ അധ്യാപകരെയും കുട്ടികളെയും ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വയനാട് ദുരന്തബാധിതർക്ക് കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്തബാധിതരെ അടിയന്തരമായി സഹായിക്കുക. ആന്റണി രാജു സിന്ദാബാദ്. ഡോക്ടർ കെ സി സിന്ദാബാദ്. ജനാധിപത്യ കേരള കോൺഗ്രസ് സിന്ദാബാദ്. 500ഓളം കുടുംബങ്ങളെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു നാടിനെ തന്നെ ഉന്മൂലനം ചെയ്ത വയനാട് പ്രകൃതി ദുരന്തത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. ചെറുതോണി ടൗണിൽ നടന്ന പരിപാടികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്തതിന്റെ രാഷ്ട്രീയ വിരോധമാണ് കേരള ജനതയോട് കേന്ദ്രം ഭരിക്കുന്ന BJP വെച്ചു പുലർത്തുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ ഇടുക്കി ജില്ലയിലെ ജനാധിപത്യ കേരള കോൺഗ്രസുകാർ വയനാട് പുനരധിവാസം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ആ ജനതയോട് എല്ലാം നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, മകൻ നഷ്ടപ്പെട്ട്, പിതാവ് നഷ്ടപ്പെട്ട്, അമ്മ നഷ്ടപ്പെട്ട് ഇപ്പോഴും കഴിയുന്ന പലരുമുണ്ട്. അവർക്ക് ഒരു ഇറ്റ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഇല്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്തവരല്ല ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതുപോലെ ഇപ്പോഴും വെയിലത്ത് ഈ ജില്ലയുടെ തലസ്ഥാനമായ ചെറുതോണിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഹൈക്കോടതി ആവശ്യപ്പെട്ടു, 3 റൗണ്ട് ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിനോട്, നിങ്ങൾ എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യൂ. ഒരു മന്ത്രിയായിരുന്നയാൾ, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നയാൾ വി മുരളീധരന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. അദ്ദേഹം പറയുകയാണ് 3 വാർഡല്ലേ പൂർണ്ണമായി നഷ്ടപ്പെട്ടുള്ളൂ എന്ന്. ജില്ലാ പ്രസിഡന്റ് സിബി മൂലേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് മിഥുൻ സാഗർ, ജോസ് ഞായർകുളം, TS ഇസഹാക്ക്, ജോർജ് കണ്ണമ്പുഴ, ഷാജി വരവുകാലപ്പറമ്പിൽ, PC തോമസ്, ജോസുകുട്ടി വാണിയപുര, ഡൊമിനിക് മടുക്കക്കുഴി, സജിത പൊന്നപ്പൻ, മോളി ബേബി ഉൾപ്പെടെ നിരവധി പേർ സമരപരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ഇടുക്കി ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നവംബർ 24-ന് തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനത്തിൽ സമ്മാനദാനവും നിർവഹിക്കും. സ്പോർട്സ് മേഖലയിലെ പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും.
47ാമത് ഇടുക്കി ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് 24 രാവിലെ 8 മുതൽ തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. ജനുവരി 2 മുതൽ 5 വരെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായാണ് ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മത്സരം സംഘടിപ്പിക്കുന്നത്. രാവിലെ 8 മുതൽ രജിസ്ട്രേഷനും ഭാരനിർണയവും ആരംഭിക്കും. പി ജെ ജോസഫ് MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമാപന യോഗത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. സ്പോർട്സ് മേഖലയിലെ പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ, സൂപ്പർ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ, അംഗപരിമിതർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടതുകൈ വലതുകൈ വിഭാഗങ്ങളിലായിട്ടായിരിക്കും മത്സരം നടത്തുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നിരീക്ഷണത്തിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. വ്യാപാര സാമൂഹ്യ മേഖലകളിലെ നിരവധി നേതാക്കൾ സന്നിഹിതരായിരിക്കും. 11 മണിക്ക് തൊടുപുഴ MLA ശ്രീ PJ ജോസഫ് ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാനായ ഇടുക്കി SP ശ്രീ വിഷ്ണു പ്രദീപ് TK അവറുകൾ മുഖ്യ അതിഥിയായി ഈ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് വിവിധ കാറ്റഗറികളിലായിട്ട് മത്സരം ആരംഭിക്കും. സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ, മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, അതുപോലെ തന്നെ സൂപ്പർ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ, അംഗപരിമിതർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം 350-ലധികം ഈ ഇനത്തിൽ മത്സരാർത്ഥികൾ ഉണ്ടാകുമെന്നാണ്. മത്സരാർത്ഥികളെ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് ജനുവരി മാസത്തിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ഉണ്ടാകും. ഈ മത്സരങ്ങൾ നിരീക്ഷിക്കുന്നത് പ്രത്യേക പ്രതിനിധികൾ, ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രതിനിധികൾ ഈ മത്സരത്തിൽ നിരീക്ഷകരായി ഉണ്ടാകും. സ്റ്റേറ്റ് ആം റെസ്ലിംഗ് അസോസിയേഷന്റെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള 6-7ഓളം വരുന്ന നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കും. മത്സരാർത്ഥികൾ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുവരണമെന്നും കൂടുതൽ വിവരങ്ങൾക്കായി 6230872441 9495305615 811304619 തുടങ്ങിയ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായ മനോജ് കോക്കാട്ട്, ജില്ലാ പ്രസിഡന്റ് ജേക്കബ് പിണക്കാട്ട്, സെക്രട്ടറി ജിൻസി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സ് അസോസിയേഷന്റെ 36ാം സംസ്ഥാന സമ്മേളനം 23, 24 തീയതികളിൽ ചെറുതോണി ടൗൺ ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും വ്യക്തമാക്കി. BPL, APL വ്യത്യാസമില്ലാതെ ചികിത്സ തേടിയെത്തുന്ന മുഴുവൻ പേർക്കും സൗജന്യ ചികിത്സ നൽകണമെന്നും ആയുർവേദ ആശുപത്രികളിലെ ഭക്ഷണ ക്രമീകരണത്തിൽ പുതുമ നിലനിർത്തിക്കൊണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണം രോഗികൾക്ക് നൽകണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ആയുർവേദ നഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രധാനമായിട്ടും 2-3 സെഷനുകളായിട്ട് ഇതിൻ്റെ സമ്മേളന പരിപാടികളുണ്ട്. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, പിന്നെ ഞങ്ങളുടേതായ സംഘടനാ ചർച്ചകൾ, ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക. ഇതിൽ 36ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ രാവിലെ നാളെ 10:30 നമ്മുടെ സംസ്ഥാന അധ്യക്ഷ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കും. മറ്റന്നാൾ പതാക അവരോഹണത്തോടുകൂടി സമാപിക്കും. നവംബർ 24 ഞായറാഴ്ച രാവിലെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി R. മിനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ബിനു മുഖ്യാതിഥിയായി എത്തും. സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ KG സത്യൻ ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഈ വകുപ്പിലെ മറ്റ്
ഒഫീഷ്യലുകളും ഈ ജനപ്രതിനിധികളും ഒക്കെ ആയിട്ട് സമ്മേളനത്തിൻ്റെ 2 ദിവസവും ഗംഭീരമായ പ്രാതിനിധ്യം ഉണ്ടാവുന്നുണ്ട്. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV രാജേഷ്, ഓഡിറ്റർമാരായ വാസുദേവൻ VP, ജോയ്സൺ ജോസ്, സ്വാഗത സംഘം കൺവീനർ ജസീന്ത വർഗീസ്, ജില്ലാ സെക്രട്ടറി ദിവ്യ PS എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 27 മുതൽ 30 വരെ കഞ്ഞിക്കുഴി നങ്കി സിറ്റി SN VHSS പ്രധാന വേദിയായി നടക്കും. 26 രാവിലെ 10 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. 7 ഉപജില്ലകളിൽ നിന്നായി 4500-ലേറെ കലാപ്രതിഭകൾ മത്സരിക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം 30 വൈകിട്ട് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഈ വർഷത്തെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കഞ്ഞിക്കുഴി നങ്കി സിറ്റി SN VHSS-ലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നവംബർ 27 മുതൽ 30 വരെയാണ് കലോത്സവം നടക്കുക. 26 രാവിലെ 10 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. കളക്ടർ V വിഘ്നേശ്വരി IAS, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിക്കും. നമ്മൾ 10 വേദികളിലായിട്ടാണ് 4 ദിവസം ആയിട്ട് ഈ മത്സരങ്ങൾ ക്രമീകരിക്കുക. ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഫൈനൽ ഷെഡ്യൂളിംഗ് ആകത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ താൽക്കാലികമായിട്ടുള്ള ഷെഡ്യൂള് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും കുറ്റമറ്റ രീതിയിലുള്ള ജഡ്ജ്മെൻറ്റുകൾ നടക്കാനുള്ള കാര്യവും പ്രോഗ്രാം കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ കമ്മിറ്റിയും അറേഞ്ച്മെൻറ്റുകളിൽ മുമ്പോട്ട് പോകുന്നു. പബ്ലിസിറ്റി കമ്മിറ്റിയും 10ഓളം കമ്മിറ്റികൾ അതിൻ്റെതായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സെന്റ് മേരീസ് LP സ്കൂൾ കഞ്ഞിക്കുഴി പാരിഷ് ഹാൾ, മിനി പാരിഷ് ഹാൾ, അപ്പൂസ് ഹാൾ, VHSC ബിൽഡിംഗ് എന്നിവിടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന 10 വേദികളിൽ മത്സരങ്ങൾ നടക്കും. 7 ഉപജില്ലകളിൽ നിന്നായി 4500-ലേറെ കലാപ്രതിഭകൾ മത്സരിക്കും. പാലി നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, മംഗലം കളി, പണിയ നൃത്തം എന്നിങ്ങനെ വിവിധ ഇനങ്ങളാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം. അല്ല, നമ്മുടെ ഇടുക്കിയുടെ കലോത്സവം നമ്മൾ നവംബർ 27 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 26-ാം തീയതി രാവിലെ 10 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. മന്ത്രിയുടെ സൗകര്യാർത്ഥമാണ് നമുക്ക് ഏകദേശം നമ്മളൊരു 10ഓളം സ്റ്റേജുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു 7-8 സ്റ്റേജുകൾ സ്റ്റേജ് ഐറ്റംസിലും ബാക്കി ഓഫ് സ്റ്റേജ് ഇനങ്ങളുമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലോഗോ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിരുന്നു. ആ ലോഗോയിൽ കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഇടുക്കി എന്നുള്ള പേരിലാണ് പ്രോഗ്രാം കമ്മിറ്റി ഇത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇടുക്കി. സമാപന സമ്മേളനം 30 വൈകിട്ട് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ DDE ഷാജി S, DEO മണികണ്ഠൻ PK, AEO യശോധരൻ K, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആറ്റ്ലി VK, ദീപു ജേക്കബ്, ജോസുകുട്ടി ചക്കാലയിൽ, ജോർജ് ജേക്കബ്, ആനന്ദേ കൊട്ടിരി, ഷൈൻ ജോസ്, ഷാജിമോൻ KJ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തറണിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലേബർ ഓഫീസർ സ്മിത KR അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ രാജു D കൃഷ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തി. മലയാള ഭാഷാ മാസാചരണം 2024-ന്റെ ഭാഗമായി തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും തൊഴിൽ വകുപ്പ് ജീവനക്കാരെയും ഉൾപ്പെടുത്തി മത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തറണിയിൽ നിർവഹിച്ചു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വളരെ സൗഹാർദ്ദപരമായാണ് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നത്. അതിന് നേതൃത്വം പകർന്ന സ്മിത മാഡത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ അഭിസാര കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ചുമട്ടുതൊഴിലാളിയായിട്ടുള്ള വിഷയങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് സാധാരണ 19-20% ഇരുന്ന ചുമട്ടുതൊഴിലാളി കൂലി വർദ്ധന ഞങ്ങൾക്ക് 16%. തൊടുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമാണ് നിലവിലുള്ള കൂലിയെ കഴിഞ്ഞ് കുറച്ച് റേറ്റിൽ ഞങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതിന് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. ജില്ലാ ലേബർ ഓഫീസർ സ്മിത KR അധ്യക്ഷത വഹിച്ചു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ രാജു D കൃഷ്ണപുരം മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം വ്യാപാരി വ്യവസായി സംഘവും ജില്ലാ
തൊഴിൽ വകുപ്പും ചേർന്നൊരു ഇങ്ങനെ ഒരു പദ്ധതി സംഘടിപ്പിച്ചു എന്നതാണ്. മലയാള ഭാഷാ ദിനം ആചരിക്കണം എന്ന് സർക്കാർ ഉത്തരവുള്ളത് കൊണ്ട് ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ അതൊരു ദിനാചരണം കൊണ്ട് തീരുന്നതല്ല എന്നും നമുക്കറിയാം. സാധാരണ ഒരു ഹൃദയ ദിനം ആചരിച്ചാൽ ആ ഹൃദയ ദിനം ആചരിച്ചു പിന്നീട് നമുക്ക് ഹൃദയം വേണ്ടേ? വേണം. അതൊക്കെ പറയണം കേട്ടോ. നിങ്ങൾ കൂടെ മറുപടി പറഞ്ഞാൽ എനിക്കൊരു തുടർന്ന് പോകാൻ. കാരണം നിങ്ങൾക്ക് ഒന്ന് ശ്വാസം വിട്ടിരിക്കുക. ജില്ലാ ഓഫീസർ ഇരിക്കുന്നത് കൊണ്ട് മുഴുവൻ ശ്വാസം വിടാമോ? എൻ കൃഷ്ണകുമാർ, അജിത് കുമാർ എസ്, അബി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ നേർന്നു. മത്സരത്തിൽ വിജയികളായവർക്ക് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. MS സുരേഷ് സ്വാഗതവും ബൈജു ബാബു കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മാതാപള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യക മാതാവിന്റെ തിരുനാൾ ആരംഭിച്ചു. വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. 23 ശനിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, നൊവേന, അമ്പമുടി എഴുന്നള്ളിക്കൽ. വൈകുന്നേരം 5:15 മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ബെർസർ ഫാദർ പോൾ കളത്തൂർ തിരുനാൾ കുർബാന അർപ്പിക്കും. പുറപ്പുഴ ആശ്രമത്തിലെ ഫാദർ സോമി പാണങ്ങാട്ട് സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിന് തൊടുപുഴ ഫോറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സ്കറിയ മെതിപ്പാറ കാർമ്മികത്വം വഹിക്കും. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്ഭുതകരമായ മധ്യസ്ഥ ശക്തിയുള്ള പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് എപ്രകാരമാണ് ഈ മധ്യസ്ഥ ശക്തി ലഭിച്ചത് എന്ന് പരിചിന്തനം ചെയ്യുന്നത് ഈ അവസരത്തിൽ വളരെ ഉചിതമാണല്ലോ. പരിശുദ്ധ അമ്മ ദൈവവചനത്തിന് സമ്പൂർണമായി കീഴ്പ്പെട്ടത് വഴി, ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റിയത് വഴി വിശ്വാസികളുടെ മുഴുവൻ മാതാവായി മാറി. അതിനേക്കാളും വലിയൊരു ദൈവഹിതത്തിനുള്ള തിരികെയുള്ള വിധേയത്വം നമുക്ക് ഈ ലോകത്തിൽ മറ്റെങ്ങും മാതൃകയായി കാണാനായിട്ടില്ല, സാധിക്കുന്നില്ല. പഴയ നിയമകാലം തുടങ്ങി ദൈവവചനത്തിലുള്ള വിശ്വസ്ത നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തെ, പൂർവ്വപിതാവായ അബ്രാഹത്തെ വിശ്വാസികളുടെ മുഴുവൻ പിതാവായി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നാം കാണുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ എങ്ങനെയാണ് അബ്രാഹം വിശ്വാസികളുടെ മുഴുവൻ പിതാവായി മാറിയത് എന്ന്. 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ദൈവം അബ്രാഹത്തെ വിളിച്ച് പറയുന്നുണ്ട്, നീ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക എന്ന്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും എന്ന് പറഞ്ഞു. അത് നമുക്കറിയാം. ഒരു പക്ഷേ ഈ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സ്വന്തമായിട്ടില്ല. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് നിന്റെ പിതൃഭവനം, നിന്റെ ദേശം, നിന്റെ ബന്ധുമിത്രാദികൾ എല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് ഒരു വ്യക്തിക്ക് ഒന്നുമില്ല. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ മാത്രമേ ഗതിയുള്ളൂ. അപ്രകാരം പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രാഹത്തിന് പിന്നീട് ദൈവാനുഗ്രഹത്തിന്റെ നാടുകളായിരുന്നു. അബ്രാഹത്തെയും മക്കളെയും തലമുറകളെയും ദൈവം അനുഗ്രഹിച്ചു, ഇന്നും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു.
അബ്രാഹത്തിന്റെ നാമം ആദ്യ ഗ്രന്ഥം മുതൽ വചനത്തിലെ അവസാനത്തെ വെളിപാടിന്റെ പുസ്തകം വരെ അനേക പ്രാവശ്യം അനുസ്മരിക്കുന്നുണ്ട് വിശ്വാസികളുടെ പിതാവായിട്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിലേക്ക് 3 മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BDO PM മുഹമ്മദ് സബീർ മുൻപാക്കിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഡിസംബർ 10-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി ഡിവിഷനിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്ന് UDFിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച രാജീവ് ചന്ദ്രനെ കൂറുമാറ്റത്തിന്റെ പേരിൽ ഹൈക്കോടതി അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം 3 മണിക്ക് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായി സാന്ദ്രാമോൾ ജിനിയും LDF സ്ഥാനാർത്ഥിയായി സിൻസി ജോബിയും MDF സ്ഥാനാർത്ഥിയായി സിന്ധു സുനിലും വരണാധികാരി PM മുഹമ്മദ് സബീർ മുൻപാകെ പത്രിക സമർപ്പിച്ചു. ഡിസംബർ 10-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ജോയി വെട്ടിക്കുഴി, AP ഉസ്മാൻ, ആൻസി തോമസ്, ലിസി ജോസ്, ഡിറ്റാജ് ജോസഫ്, സുരേഷ് മീനത്തേരി, മനീഷ് കുടിക്കയത്ത് എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കള്ളിക്കൽ അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതി DPR പ്രകാശനം ചെയ്തു. തൊടുപുഴ MLA PJ ജോസഫ് പ്രകാശനം നിർവഹിച്ചു. ആദിവാസി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതിക്ക് 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ, ഉടുമ്പന്നൂർ പഞ്ചായത്ത് മെമ്പർ KR ഗോപി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ സാമ്പത്തിക വർഷത്തിലും 2 വീതം പട്ടികവർഗ നഗറുകളെ അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് തൊടുപുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡായ ഉപ്പുകുന്ന കള്ളിക്കൽ പട്ടികവർഗ നഗറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദിവാസി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായുള്ള പ്രസ്തുത പദ്ധതിക്ക് 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, വീടില്ലാത്ത ആദിവാസികൾക്ക് വീട് മെയിന്റനൻസ് എന്നിവയാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. കള്ളിക്കൽ സെറ്റിൽമെന്റിൽ വെച്ചുകൂടിയ ഊരുകൂട്ട യോഗങ്ങളിൽ നിവാസികളുമായി നേരിട്ട് സംവദിച്ചാണ് പദ്ധതി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിനെയും പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കി ജില്ലാ പ്രോജക്ട് ഓഫീസിനെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കള്ളിക്കൽ അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയുടെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തൊടുപുഴ MLA PJ ജോസഫ് പ്രകാശനം ചെയ്തു. കള്ളിക്കൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി ഇതിൻ്റെ DPR നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഞാൻ പ്രകാശനം ചെയ്തു. ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KR ഗോപി, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അജയ് AJ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ലിജി KD, കള്ളിക്കൽ ഊരുമൂപ്പൻ ഗോപി, ST പ്രൊമോട്ടർ വിത്തുമോൾ, സെറ്റിൽമെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജോസഫ് സാറ് നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രതയുമുണ്ട്. സാറിന് ഇതിൻ്റെ പ്രകാശനത്തിന് സമയം കണ്ടെത്തുകയും നമുക്ക് ആ സമയം തരികയും ചെയ്ത് സാറിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ്, കല്ലാനിക്കൽ HSS പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി കുട്ടികളിലൂടെ മാലിന്യ സംസ്കരണത്തിന് പുതിയ ദിശാബോധത്തിന് തുടക്കം കുറിക്കുവാനും ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുവാനും വേണ്ടിയാണ് ഹരിതസഭ സംഘടിപ്പിക്കുന്നത്. ഹരിതസഭയുടെ ഉദ്ഘാടനം ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് ചൊട്ടയിലെ ശീലം ചുടല വരെ. മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രായം ചെന്നവർക്കല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇതിൽ ഒരു ബോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. കാരണം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞാൻ എൻ്റെ വണ്ടികൾ ഞങ്ങളുടെ കാറെ കഴിഞ്ഞ ദിവസം കയറിയപ്പോൾ ഒരു കാറിൻ്റെ ആ ഒരു സൈഡ് മുഴുവൻ മുട്ടായി കടലാസ് ഇരിക്കുക. അപ്പം ഞാൻ എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ മുട്ടായി കടലാസ്? അപ്പം എന്നോട് പറയുക, മമ്മി പറഞ്ഞിട്ടില്ലേ ഒരു മുട്ടായി കടലാസ് പോലും പോകുന്ന വഴിക്ക് വലിച്ചെറിയരുത്, ഇത് ക്യാമറയിൽ പതിയും, നമുക്കത് നമ്മുടെ മാലിന്യമുക്തത്തിന് അത് തടസ്സമാണെന്ന് മമ്മി പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി പപ്പ മേടിച്ചു തന്ന മുട്ടായിയുടെ കൂടെ എല്ലാം കൂടെ
ഞാൻ ഹരിതകർമ്മക്കാർക്ക് കൊടുക്കാൻ ശേഖരിച്ചു വെച്ചേക്കുന്നതാണെന്ന് ആ കൊച്ചുകുട്ടി എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടി ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അത്ര ഉള്ള ഒരു ബോധം ഈ കുഞ്ഞുങ്ങളിലേക്ക്. നമുക്കറിയാം, ഈ കണ്ണ ഇത്ര ഇരിക്കുന്ന കുട്ടികൾ ഓരോ മിഠായി തിന്നിട്ട് ആ കടലാസ് വലിച്ചെറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ്, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് ഇല്ലിക്കൽ, മെമ്പർമാരായ AK സുഭാഷ് കുമാർ, കല്ലാനിക്കൽ HSS പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ എന്നിവർ ആശംസകൾ നേർന്നു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനന്തകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കുട്ടികളോട് സംവദിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. യോഗത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ബിജു സ്വാഗതവും ശുചിത്വ മിഷൻ RP അലീന നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാനറ ബാങ്കിന്റെ ചെറുതോണി ശാഖയുടെ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡ് ചന്തക്കുന്ന് ഭാഗത്ത് ഓടയിൽ ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. തൊടുപുഴ സബ് ജില്ലാ കലോത്സവത്തിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. തുടർച്ചയായി 4ാം തവണയാണ് സ്കൂൾ വിജയം നിലനിർത്തുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നവംബർ 24-ന് തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സ് അസോസിയേഷന്റെ 36ാം സംസ്ഥാന സമ്മേളനം 23, 24 തീയതികളിൽ ചെറുതോണി ടൗൺ ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.